സെന്നി കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇപ്പം ആരെയും ഇപ്പം കാണുന്നില്ല. ഇപ്പം എന്നാലും ഇവിടം വരെ വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചെറുപ്പകാലത്തെ പറ്റി ഒന്ന് പറയാം. ചെറുപ്പകാലം എന്തുവാ, അന്ന് അമ്മ വീട്ടിലാന്ന് വെച്ചാൽ എല്ലാവരും ഈ കല്യാണത്തിനോ മാരാമണ്ണോ ഒക്കെ വെച്ച് കാണും. അതായിരുന്നു ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതൊന്നും എങ്ങും ഇല്ലാത്തതുകൊണ്ട് ആരെയും എങ്ങും കാണുന്നില്ല. അത് തന്നെയല്ല, ആൾക്കാരില്ല ഇവിടെ. ബെനിജാന്റെ കുടുംബ പശ്ചാത്തലം പറഞ്ഞാൽ ഒന്ന്, വീട്ടുപേരും അപ്പച്ചന്റെ അമ്മച്ചിയുടെയും പേര്, വല്യപ്പച്ചന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ. വല്യപ്പച്ചന് ഓർമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞുമാമയുടെ നേരെ മൂത്ത ആളാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണ്, അപ്പൻ്റെ പേര് കുഞ്ഞപ്പി എന്നാണ്. പിന്നെ ഞങ്ങൾ 5 മക്കളാണ്, 3 ആണും 2 പെണ്ണും. ഇപ്പം അമ്മയും അപ്പനും മരിച്ചു. പിന്നെ ഞങ്ങളിപ്പം ഒരു മൂത്ത എൻ്റെ സിസ്റ്ററുണ്ട്, സിസ്റ്ററും മരിച്ചു പോയി. ഞങ്ങളിപ്പം 4 പേരേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇപ്പം അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇപ്പം ഇവിടെ ഞങ്ങളെ കുടുംബം അങ്ങ് താഴെയായിരുന്നു, ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. പിന്നെ പഠിച്ചത് ക്രിസ്ത്യൻ പഠിച്ചു. അത് കഴിഞ്ഞ് മധുര ഗാന്ധിഗ്രാമിൽ പഠിച്ചു. മധുരയിലെ ഈ ഡിഗ്രി ലെവലാണെങ്കിലും അഗ്രികൾച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ അതാണ് മെയിനായിട്ട് പഠിച്ചത്. അന്ന് ഇവിടെ അത്രയൊരു കോഴ്സ് കേരളത്തിലില്ല. പിന്നെ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തുടങ്ങിയെങ്കിലും അത് പൊളിഞ്ഞുപോയി. ഇത് പിന്നെ കോളേജായി, യൂണിവേഴ്സിറ്റിയായി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും പഠിക്കാൻ പറ്റിയത് ഭാഗ്യമായി. കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് അവിടെ പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഗ്രാമസേവകം, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർമാരായിട്ടൊരു ജോലി കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിന് പോയി ചേർന്നത്. പക്ഷേ പിന്നീട് ഞങ്ങൾ പഠിച്ചിറങ്ങുന്നതിൻ്റെ പകുതി ആയപ്പോഴത്തേക്ക് അത് തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ ആൾക്കാരെ മാത്രം അത് റിസർവ് ചെയ്തു. അപ്പം നമ്മുടെ ഇറങ്ങിയ അതിന് അത്രയും വിലയൊന്നുമില്ല. പിന്നെ അതിനെ അങ്ങ് ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഇതായിട്ട് കൊടുത്തു. അങ്ങനെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. പിന്നെ കുറെ കാലം ഞാൻ ഗൾഫിൽ പോയി കല്യാണം കഴിച്ചിട്ട്. ആദ്യം സൗദിയിൽ പോയി. സൗദിയിൽ നിന്ന് ഞാൻ പിന്നെ കുറച്ചാൾ നാട്ടിൽ വന്ന് എന്നിട്ട് ദുബൈക്ക് പോയി. അമ്മാമ്മ എന്ന് പറഞ്ഞ അമ്മാമ്മയുടെ ആങ്ങളെയാണ് എന്നെ സൗദിക്ക് കൊണ്ടുപോകുന്നത്. എന്റെ പേര് ലിസമ്മ ജോർജ്. ജനിച്ചത് തിരുവല്ല, കല്യാണം കഴിച്ചത് ചെങ്ങന്നൂര് ജോർജ് വിലുപ്പാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 3 മക്കളുണ്ട്. പഠിച്ചത് SCS. അത് കഴിഞ്ഞ് മർത്തോമ കോളേജില്. മെയിനായിട്ടൊന്നും ഇല്ല. സഹോദരങ്ങള് ഒരു ബ്രദറും 3 സിസ്റ്ററും ഉണ്ട്. അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്. എല്ലാരും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, കുഴപ്പമില്ല. ഗൾഫിലൊക്കെ പോയിരുന്നോ? പിന്നെ അബുദാബി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോ UK മോന്റെ കൂടാണ്. 6 മാസം അവിടെ, 6 മാസം ഇവിടെ. UKയില് സൗത്ത് ഹോൾ എന്ന് പറയും. ലണ്ടൻ, പ്രോപ്പർ ലണ്ടൻ. പിന്നെ തിരിച്ചു വന്നാലേ ഈ ഗൾഫിലെ ജീവിതവും ജോലിയൊക്കെ എന്തോ ആയിരുന്നു എന്ന് പറയാമോ? കൃഷി. ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഗൾഫിലെ അന്ന് ചെയ്തിരുന്ന ട്രേഡിങ്ങും കാര്യങ്ങളും. ഗൾഫിലെ കമ്പനി സെക്രട്ടറി ആയിട്ടാണ് ആദ്യം ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 1-2 ഇൻചാർജായി. പിന്നെ അത് വെച്ചുകൊണ്ട് ദുബൈ പോയെങ്കിലും അത്രയും നല്ല കമ്പനിയല്ല കിട്ടിയത്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിള്ളേരുടെ വിദ്യാഭ്യാസം നടത്താൻ പറ്റി. കല്യാണം നടത്തി. രണ്ടാമത്തെ കല്യാണ ഉറപ്പിനാണ് എനിക്ക് സ്ട്രോക്ക് വരുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ആയി. ആ കല്യാണം മാറ്റി വെക്കാനായിട്ട് പോയപ്പം കാലം ചെയ്ത കാതോലിക്ക ബാബ പറഞ്ഞു, ആഘോഷമൊന്നും വേണ്ട, കല്യാണം ആ ഡേറ്റിൽ തന്നെ, ഞാൻ കൊടുത്ത ഡേറ്റ് ആണ്, അപ്പൊ അത് മാറ്റരുത്. അപ്പം രാവിലെ തന്നെ സ്ട്രോക്ക് ആയോ? അന്നല്ല, കല്യാണം കഴിഞ്ഞ് ഉറപ്പിന്റെ അന്ന്. അപ്പൊ എനിക്ക് പെടലി ഇങ്ങനെ കുനിഞ്ഞു പോവുക, നേരെ നിൽക്കത്തില്ല. പിന്നെ അല്ല, ഇതിന് മുമ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വന്നപ്പോ എല്ലാം കൂടെ ഒന്നിച്ചു വന്നു. പിന്നെ എൻ്റെ ഒരു വശം തളർന്നുപോയി. പിന്നെ കല്യാണം നടക്കുമ്പോഴൊക്കെ ഞാൻ അമൃതേ കിടക്കുക. ട്രീറ്റ്മെന്റ് 3 മാസം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫിസിയോതെറാപ്പി നടത്തി. പിന്നെ ഡോക്ടർ, പിന്നെ മരുന്ന് ഒരുപാട് കഴിച്ചു.
കഴിച്ചു. പിന്നെ ഓർമ്മയില്ലാതായി. മോൻ എന്ത് ചെയ്യുന്നു? മോൻ എവിടം വരെ പഠിച്ചു? മോനെ എം.കോം പഠിച്ചു. ഇവിടെ കേരളത്തിൽ തന്നെയാ പഠിച്ചത്? അവൻ കോട്ടയം ബസ് സ്കൂളിൽ. ഓ പെമ്പിള്ള രണ്ടും CMS-ലായിരുന്നു, ഓ ഓക്കെ. ഹോസ്റ്റലായിരുന്നു? ഹോസ്റ്റലിലായിരുന്നു. മോനെ പോയി വരുമായിരുന്നു ട്രെയിൻ. ഓക്കെ. ട്രെയിനിന് പോയി വരും? ട്രെയിൻ രാവിലെ പോയിട്ട് വരുമായിരുന്നു. CMS-ൽ വിടാൻ കാര്യം? CMS വിടാന്ന് പറഞ്ഞാല് ഹോസ്റ്റൽ കൊണ്ടങ്ങ് വിട്ടു. ഹോസ്റ്റൽ. അപ്പൊ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇഷ്ടമായിരുന്നു CMS സ്കൂളെ? അവർക്ക് താല്പര്യമായിരുന്നു? MS സോഷ്യോളജി. MS സോഷ്യോളജി. അപ്പൊ പെൺപിള്ളേർ രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് കോളേജുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ അവള് പഠിച്ചതൊക്കെ ഈ തിരുവല്ലയിലെ 8ാം ക്ലാസ് മുതൽ അവിടെ ബാലിക മഠത്തിൽ പഠിച്ചു. ഓക്കെ. അവിടെ ഹോസ്റ്റലിലായിരുന്നു. കണ്ടിന്യൂറ്റി. അപ്പൊ അങ്ങനെ അങ്ങ് വന്നപ്പോ അവർക്ക് അങ്ങനെ ഇതിനോട് ഈ കോളേജിൽ പോകാൻ താല്പര്യം. അപ്പൊ ശരി എന്നാ അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. മൂത്തോള് പോയപ്പോ പിന്നെ ഇളയൊക്കെ പോകും. അതെ. അപ്പൊ അവരെല്ലാം എവിടെയാ? രണ്ടുപേരും ഇപ്പൊ നാട്ടിലുണ്ട്. മൂത്ത മോള് അബുദാബിയിലെ ടീച്ചറായിട്ട് ജോലി ചെയ്തു. ഇന്ത്യൻ സ്കൂളിലായിരുന്നു? ഇന്ത്യൻ അബുദാബിയില് സൺറൈസ്. സൺറൈസ്. ഞാൻ കാര്യം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ വന്ന് കോവിഡിന് മുമ്പേ വന്ന് ഇവിടെ സ്കൂളിൽ കയറി. അവളിപ്പോ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ മോള് ഖത്തറിൽ ജോലിയായിരുന്നു. അവള് പിള്ളേര് ഹൈസ്കൂളിലായപ്പോഴത്തേക്ക് അവളും ഇങ്ങ് വന്നു. അവനവിടെ അവൻ ദോഹയില്. പിള്ളേരിവിടെ ഉണ്ട്. മൂത്ത മോള് ഇപ്പം SLCക്ക് പഠിക്കുന്നു. രണ്ടാമന് എത്രയില്? 6. ഞങ്ങളുടെ CSI പള്ളിയിൽ അബുദാബിയിൽ ഉണ്ടായിരുന്ന ഒരു ജോളമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരും സൺറൈസിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് ടൈം ആണെന്ന് എനിക്ക് അറിയത്തില്ല. അതറിയത്തില്ല. ചിലപ്പോ ഇവിടെ അറിയാമായിരിക്കും. നിമിഷ എന്നാ പേര്. നിമിഷ. ഓക്കെ. ഞങ്ങളൊക്കെ 96 മുതൽ 2007 വരെ അബുദാബിയിൽ ഉണ്ടായിരുന്നു. ഈ മോളൊക്കെ ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും. 2006 കല്യാണം. 2006 കല്യാണം. അപ്പൊ കാണാൻ വഴിയില്ല. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഇവള് റാന്നി പഠിപ്പിച്ചിട്ടാ അങ്ങോട്ട് പോയി. കൊച്ചുമക്കളൊക്കെ? കൊച്ചുമക്കള് മൂത്താക്ക് 2 ആൺപിള്ളേര്, പിന്നെ ഇളയവക്ക് ഒരു ആണും ഒരു പെണ്ണും, മോന് 2 പെൺപിള്ളേര്. ബെഞ്ചാനിപ്പോ 72 അല്ലേ? 72 ആയി. ഓക്കെ. കൂത്തറപ്പള്ളിയെ പറ്റി എന്താ ഒരു ഓർമ്മ? കൂത്തറപ്പള്ളി എന്ന് പറഞ്ഞാല് അന്ന് അവധി കിട്ടിയാൽ ഉടനെ വരുന്ന ഒരു വീടായിരുന്നു കൂത്തറപ്പള്ളി. അന്ന് ജോളി, സണ്ണിയും ഷേർലി, ആൻസി. ഏറ്റവും എനിക്ക് അവിടുത്തെ ഉപ്പാപ്പനുമായിട്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ച നമ്മൾ അവിടെ വന്നാൽ പുള്ളിക്കാരൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 2 ആളിന്റെ പണി ചെയ്യും. പറമ്പിൽ അതുപോലെ പശുവിനെ എല്ലാം അഴിക്കും, റോഡിലെല്ലാം നിർത്തി തീറ്റും. അപ്പൊ പുള്ളിയുടെ പോയാൽ പുള്ളി നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയും. അതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലുത്. നമുക്ക് എന്ത് സംശയം ഉണ്ടായാലും പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പൊ എന്തെങ്കിലും അറിയാൻ മേത്തതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുള്ളിക്ക് ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കഴിക്കുന്നത് പറഞ്ഞാൽ പുള്ളി ഉടനെ അത് ആരോടെങ്കിലും ചോദിച്ചു അതിന് മറുപടി ഇവിടെ വന്നിരിക്കും. അതാണ് ആ പുള്ളി. ഞാൻ വേറെ ഒരാളുമായിട്ട് അത്രയും കുഞ്ഞുമാമ അതിലും ഹെഡ് മിസ്റ്റേഴ്സ് ആയിരുന്നെങ്കിലും വീട്ടില് അല്ല അത് എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ആ വരുന്ന സമയത്ത് വീട്ടില് ജോലിയോടെ ജോലിയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് എന്നുവെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ പാപ്പൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പണി ചെയ്യാൻ തുടങ്ങിയ എല്ലാരും കൂടെ ചേർന്നിരുന്നു. അത് ഒരു വീട്ടിൽ ഞാൻ കണ്ടില്ല. ചക്ക എടുക്കണേലും കപ്പ എടുക്കണേലും എന്ത് വേണേലും ഒരാൾ പൊളിക്കുന്നു, ഒരാള് വെള്ളം കോരുന്നു, ഒരാള് സംബന്ധി ഉടയ്ക്കുന്നു. ഇല്ല അവിടെ അങ്ങനെ ഒരു പരിപാടി. അത് കഴിയാതെ അങ്ങോട്ട് കയറാനൊക്കത്തില്ല. അതായിരുന്നു അവിടുത്തെ ഒരു വലിയ സംഭവം. പിന്നെ മധുരേന്ന് എന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് 2 ദിവസം അവിടെ താമസിച്ച ഞാൻ ഈ വീട്ടിൽ വരും. അല്ല വന്നത് അന്ന് പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ സമയം കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് വരത്തുള്ളൂ. പോകുന്ന വഴിക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വരും. തേക്കടി പാസിനാ പോയിക്കോളൂ. ഞാൻ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളവിടെ ഇന്ത്യൻ എക്സ്പ്രസ് വന്നാൽ അതിന്റെ എഡിറ്റോറിയൽ മുഴുവൻ കട്ട് ചെയ്ത് എഡിറ്റോറിയൽ മാത്രം എടുത്തിട്ട് അതിന്റെ ഇന്ത്യൻ. അപ്പൊ ഞാൻ വാല്യൂ എന്താണ്? പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എഡിറ്റോറിയൽ എന്ന് പറഞ്ഞതിന്റെ അത് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വലിയൊരു ഓർമ്മയാണ് ബെനിജാനെ പറ്റി. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞാൽ അവിടെ അപ്പൻ ഏതാ മക്കളേതാ എല്ലാരും ഒന്നിച്ചിരുന്നാ കഴിക്കുന്നത്. പ്രാർത്ഥന നിർബന്ധം. സന്ധ്യക്ക് എത്ര കുഞ്ഞമ്മാമ വരാൻ വേണ്ടി കാത്തിരുന്ന കുഞ്ഞമ്മാമ ഒന്ന് കുളിച്ചു അല്ലെ മേല് കഴുകി കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവിടെ ചെന്ന് സന്ധ്യക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും കൂടെ പിന്നെ എല്ലാരും പാത്രം
അവരവരുടെ പാത്രം അവരവർ കഴുകും. അതാണ് അവിടുത്തെ, അത് കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം. അത് 5 പേരുടെ വീട്ടിൽ പോയിട്ട് പോയാലും ഞാൻ അത് കണ്ടിട്ടില്ല. ഈ അവിടുത്തെ നമുക്ക് ആ മാതൃകയാക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുഞ്ഞുമാമയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്ന് പെണ്ണുങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിവുണ്ടായിരുന്നത് കുഞ്ഞുമാമയ്ക്കായിരുന്നു. മറ്റവർ അത്രയില്ല. കുഞ്ഞുമാമയ്ക്ക് ആൾക്കാരുമായിട്ടെല്ലാം നല്ല ഡീലിംഗ് ഉണ്ട്, ടച്ചിങ് ഉണ്ട്. എല്ലാവരും ആരെ പറഞ്ഞാലും അറിയാം, എവിടെയെങ്കിലും ഒരു ബന്ധം പുള്ളി കണ്ടുപിടിക്കും. ഉപ്പാപ്പൻ അങ്ങനെയല്ല. ഉപ്പാപ്പൻ പറഞ്ഞാൽ നമ്മള് സാധാരണ കാര്യങ്ങളല്ല, ഇന്ന് പത്രത്തിലെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉള്ളൂടെ ചോദിച്ചു. പുള്ളി അതിനിടെ പുല്ല് പറിക്കുന്നുണ്ട്, പശുവിനെ തീറ്റുന്നുണ്ട്. അല്ല, നമ്മുടെ ചോദ്യത്തിന് പുള്ളി അതിൽ നിന്ന് ആലോചിച്ച് 5 മിനിറ്റ് കൊണ്ട് കാര്യവും പറയും. പിന്നെ വൈകിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഉപ്പാപ്പൻ കിടക്കുമ്പം സണ്ണിയും സെന്നിയും കട്ടിലെ കൂടെ കിടക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരോ ഒരാള് കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഉപ്പാപ്പന്റെ കൂടെ കിടന്നേ പറ്റത്തുള്ളൂ. ഇറങ്ങി താഴെ കിടക്കാൻ കുഞ്ഞുമ്മ പറഞ്ഞാൽ കിടക്കത്തില്ല. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിൽ അത് ഉണ്ട്. ആ പഴപുരയാ. അവിടെ ഒരു കള്ളം കയറിയ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഇല്ലല്ലേ? ഓക്കെ. അമ്മാമിക്ക് പൂത്തിരിപ്പള്ളിയായിട്ട് എന്താ ഒരു ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും അറിയാമോ? കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു ദിവസം ഒന്ന് പോയിട്ടുണ്ട്. 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ ഇവിടുത്തെ കുഞ്ഞമ്മയോടും നല്ല അടുപ്പമായിരുന്നു അമ്മാമ്മയായിട്ട്. വേറെ സിസ്റ്റേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെ പെരുമ്പട്ടിയിലമ്മ, കോഴിക്കോടത്തെ അമ്മ, കൊറ്റംകുടി എല്ലാരും അറിയാം. എല്ലായിടത്തും പോയിട്ടുണ്ട്. വേറൊരു കാര്യം പറഞ്ഞാൽ ചെങ്ങന്നൂരെ അമ്മച്ചി തടിയൂരും ഒക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അതിനെപ്പറ്റി ആ കാലത്തെ യാത്രകളെ പറ്റി ഓർമ്മകളോ? ആ യാത്ര എന്ന് പറഞ്ഞാല് സ്കൂൾ അടയ്ക്കുമ്പം ഇതുപോലെ എവിടെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകും. അന്ന് വെള്ളിയിലോട്ട് പോവുകയാണെങ്കിൽ പൊടിച്ചാൻ്റെ അവിടെ, ഉണ്ണിച്ചാൻ്റെ അവിടെ, വെളിച്ചാൻ്റെ അവിടെ കയറിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ 3 വീട് അവിടെ ഉണ്ട്. അപ്പൊ അത് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പറ്റുമെങ്കിൽ വെണ്ണിക്കുളത്തോ കൊറ്റംകുടിയിലോ ഒന്ന് കയറും. അപ്പൊ എല്ലായിടത്തും കയറാൻ അന്നേരം ഇവിടെ പറ്റുകയാണ്. താമസം വെളിച്ചാൻ്റെ അവിടെ ഉണ്ടാവും അല്ലേ? ഈ വലിയ അവരുടെ വീടുകളിലുള്ള വലിയ മൂത്തവരിലെ പെരുമ്പട്ടിയിലെ എടുത്താലും അല്ലെങ്കിൽ കൊറ്റംകുടി എടുത്താലും ഒക്കെ അറിയാവുന്ന 3-4 പേര് ആരൊക്കെ ആയിരിക്കും? ജൂനിയേഴ്സ് അല്ലാതെ ഏറ്റവും മൂത്തയില് വെണ്ണിക്കുളത്തെ എടുത്താലും മാത്തുക്കുട്ടിച്ചായന്, കുഞ്ഞ് സാൻകുട്ടിച്ചായന്, പിന്നെ ജോർജ് കുട്ടിച്ചായനും രായിച്ചായനും ഒക്കെ പെരുമ്പട്ടിയില് ഉണ്ട്. കുഞ്ചായനും പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. പെരുമ്പട്ടിയില് അല്ല, കൊറ്റംകുടിയില് ചേട്ടനുണ്ട്. അത് അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അത് മാറിയ പിന്നെ ഇന്റർനാട്ട് ചോദിച്ചാനും അനീച്ചാനും ഇപ്പൊ അനിയ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. മക്കൾ 2 പേര് അമേരിക്കക്ക് കല്യാണം കഴിച്ചോണ്ട് പോയെന്ന് അറിയത്തില്ല. ഒരു ടച്ചും ഇല്ല. അറിയത്തില്ല. ഓനമാമടി ചോദിച്ചാൽ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഓമനാമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും വിളിക്കും. ഇപ്പൊ എല്ലാരും ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓനമാമയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു വിവരവും അമ്മ വീട്ടിലെ കുറിച്ചും അറിയാനൊക്കെ മരണം അറിയിക്കും, കല്യാണം ഉണ്ടെ അറിയിക്കും. ഇവിടുത്തെ അപ്പച്ചനെ പറ്റി 2 വാക്ക് പറഞ്ഞാല്? നല്ല സ്വഭാവം, കുഴപ്പമൊന്നുമില്ല. അപ്പച്ചന്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി കുഴപ്പമില്ല. എല്ലാരും സുഖമായിട്ട് കഴിയുന്നു. ആരും ഇല്ല കൂട്ടത്തിൽ. അവർ 5 ആണുങ്ങളായിരുന്നു. 5 പേരും മരിച്ചു. താങ്ക് യു ഈ ഉച്ച സമയത്ത് ഈ വേലത്ത്. അല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇത്രയൊന്നും വരാൻ പറ്റിയില്ല. ഇത് എൻ്റെ ഏറ്റവും മൂത്ത ഒരു കസിനാണ് ബെന്നിച്ചായൻ. ബെന്നിച്ചായനെ കാണാൻ ചെങ്ങന്നൂർക്ക് വന്നതാണ് ഇന്ന്. താങ്ക് യു സോ മച്ച് മാമേ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം